പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടിയ ആ ഒരു സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിൻ്റെ ഏതാനും പരിസരത്തുള്ള ജബലുന്നൂർ എന്ന് പറയുന്ന മലയിൽ കയറുകയും ഹിറാ ഗുഹ എന്ന് പറയുന്ന ഗുഹയിൽ പ്രവേശിക്കുകയും ചെയ്ത സമയം, അവിടെ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ വചനങ്ങൾ ലഭിക്കുന്നത്. ആ വചനങ്ങൾ ലഭിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഭീതിയോടുകൂടി തൻ്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ആ ഒരു ഭീതിക്ക് കാരണമുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കിരിക്കുന്ന ആ ഗുഹയിലേക്ക് ഒരാൾ വന്ന് പ്രവാചകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത ചില പദങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഖുർആനിൻ്റെ ആദ്യത്തെ 5 ആയത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്ത ആ ഒരു ഘട്ടം. അതുകൊണ്ട് തന്നെ തനിക്ക് സുപരിചിതമല്ലാത്ത ഒരു അവസ്ഥ തൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിയോടുകൂടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് വരികയാണ്. ഓടി വന്നിട്ട് പറഞ്ഞത്, സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് പോട് ഖദീജ. ആ പേടിക്കൊരു സമാശ്വാസം കിട്ടുക എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം. ഖദീജ റളിയല്ലാഹു അൻഹ അപ്പൊന്നും ചോദിച്ചില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേടി മാറുകയും തനിക്കുണ്ടായ അനുഭവങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് പങ്കുവെക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്കെന്താണ് പറ്റിയത്, എനിക്കെന്തോ കാര്യമായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്ന ഒരു ആശങ്ക കൂടി ഖദീജ റളിയല്ലാഹു അൻഹയോട് പങ്കുവെച്ച സമയം അവർ പറയുന്ന ഒരു വാചകമുണ്ട്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ മുസ്ലിം അല്ല. അവർ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അവർ വലിയ ഒരു നന്മയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ല ഒരു പെരുമാറ്റത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ടൊരു വാക്ക് പറയുന്നുണ്ട്, കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ. ഒരിക്കലുമല്ല, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്തൂല. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകുകയോ ചെയ്യുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം, ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്ന ആള്, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ആള്. വതഖരിൽ ലൈഫ്, അതിഥികളെ പരിഗണിക്കുന്ന ആളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഇല്ലാത്തവന് വേണ്ടി സമ്പാദിക്കുകയും അതിഥിയെ മാനിക്കുകയും അവകാശം നഷ്ടപ്പെട്ടവർക്ക് അവകാശം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം ഇവിടെ പറയാനുള്ള കാരണം, മുസ്ലിം അല്ലാഞ്ഞിട്ടുകൂടി ഖദീജ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാതിരിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാതിരിക്കണമെങ്കിലും ചില കാര്യങ്ങളുണ്ട്. അത് ഒരു വിശ്വാസിയുടെ പെരുമാറ്റം നന്നാക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടാണ് വിശ്വാസ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പലപ്പോഴും ഖുതുബകളിലും ക്ലാസ്സുകളിലുമൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളെന്ന് എണ്ണി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കർമ്മപരമായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും നമ്മൾ ഉഷാറാണ്. നമസ്കാരത്തിൻ്റെ വിഷയത്തിലും, സുന്നത്ത് നമസ്കാരങ്ങളാവട്ടെ, സുന്നത്ത് നോമ്പ് ആവട്ടെ, സക്കാത്താവട്ടെ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ സജീവരാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെരുമാറ്റ രീതികൾ പരിശോധിക്കുമ്പോൾ, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ എവിടേക്കോ ചില പോരായ്മകൾ നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്,
നമ്മുടെ പെരുമാറ്റ മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിക്കുന്നതേ അല്ല. നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ദീനിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവരാരും ഖുർആൻ നോക്കിയിട്ടല്ല മനസ്സിലാക്കുക. അവരാരും തന്നെ ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടല്ല ദീനിനെ കുറിച്ച് പഠിക്കുക. മറിച്ച് ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതം എന്താണ്, അവൻ സമൂഹത്തിൽ എങ്ങനെയാണ്. ഈ സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകളാകട്ടെ ഇസ്ലാമിന്റെ ആശയങ്ങളെ കുടുസാക്കി ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകളാകട്ടെ എല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള വിഭാഗങ്ങളുമായി കൂടിക്കലർന്നുകൊണ്ട് അവരുടെ അതേ വിശ്വാസം, അവരുടെ അതേ ആഘോഷം, അവരുടെ അതേ പെരുമാറ്റം, അവരുടെ അതേ രൂപം, അതേ ഭാഷ എല്ലാം അങ്ങനെ തന്നെ, മാറ്റങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ ആകെ കൂടി ഒന്ന് കലങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു മുസ്ലിം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് യഥാർത്ഥം, എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം, ഇതറിയാത്തൊരവസ്ഥ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണല്ലോ നമുക്ക് മാതൃകയുള്ളത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി നിന്നിരുന്ന ഒട്ടേറെ ആളുകൾ, ഒരു കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായി നിന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ പടപൊരുതിയ നേതാക്കന്മാരിൽപ്പെട്ട അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ അവരോട് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച്. അവരുപോലും, ശത്രുവായ അവരുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തെക്കുറിച്ചോ സാമൂഹ്യമായ ഇടപെടലുകളെ കുറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ജനങ്ങളുമായിട്ട് അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളാട്ടോ എന്നൊരു വാക്കുണ്ടാവില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളിലേക്കൊന്ന് നോക്കാം. ചില ആൾക്കാരുണ്ടാവും കൃത്യമായി ജമാഅത്തിനൊക്കെ വരുന്നുണ്ടാകും, പക്ഷെ അവരുമായിട്ട് ഒരു ആളുകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയുന്നത് അറിയോ, ഓനാളെ നിസ്കാരം മാത്രമേ ഉള്ളൂ, ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നറിയൂല. അങ്ങനത്തെ കുറെ മനുഷ്യന്മാർ. വേറെ ചില ആളുകളാവട്ടെ അവർ ദഅവാ പ്രവർത്തനങ്ങളിൽ സജീവരായിരിക്കും. പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എല്ലാ അർത്ഥത്തിലും എത്തിക്കാൻ റെഡിയാണ്. പക്ഷേ ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് ആളുകളുമായി ഇടപെടേണ്ടത്, ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമുക്ക് മാതൃക നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില സർട്ടിഫിക്കറ്റുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാം. അത് വെറും വാക്കല്ല. അള്ളാഹു തമാശയാക്കിയിട്ട് ഖുർആനിൽ ഒരു ആയത്ത് പോലും വരുത്തിയിട്ടില്ല. അത്ര ഗൗരവത്തിൽ ഖുർആനിന്റെ ഓരോ അധ്യാപനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് നീ അവരോട്, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറുന്നത്, ആളുകളുമായിട്ട് സൗമ്യതയോടുകൂടിയുള്ള പെരുമാറ്റം. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫള്ളൂ മിൻ ഹൗലിക്. പ്രവാചകരെ നിങ്ങളെങ്ങാനും അവരോട് പരുഷ സ്വഭാവത്തോടു കൂടിയാണെങ്കിൽ ലം ഫള്ളൂ മിൻ ഹൗലിക്, താങ്കളുടെ അടുക്കൽ നിന്ന് ചുറ്റുഭാഗത്തു നിന്നും അവർ ഓടിപ്പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കൂട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില കമാൻഡുകൾ പറഞ്ഞുകൊണ്ട് ആളുകൾ അതിൽ നിന്നും ആട്ടിപ്പായിക്കുന്ന ഒരവസ്ഥ, നീ ഞങ്ങളുടെ കൂടെ വേണ്ട, ഇവൻ നമ്മളെ കൂടെ വേണ്ട, ആ പ്രയോഗമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കൂട്ടിപ്പിടിക്കും. എന്നിട്ട് പറയാണ്, ഫഅഫു അൻഹും, നിങ്ങൾ അവരോട് മാപ്പ് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ജനങ്ങൾക്ക് മാപ്പ് നൽകണം. അത് മാത്രമല്ല, വസ്തഗ്ഫിർ ലഹും, അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുകയും വേണം. വശാവിറുഹും ഫിൽ അംർ, ജനങ്ങളുടെ കാര്യത്തിൽ ഒരു മുശാവറ കൂടിയാലോചന നടത്തുകയും വേണം. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൂർണ്ണമായി കൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കി വരമേൽപ്പിക്കുകയും വേണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ,
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യമായ പെരുമാറ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് എങ്ങനെയായിരുന്നു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സമൂഹത്തിൽ നമ്മളും ജീവിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് സ്വഹാബിമാർക്ക് ആർക്കും തന്നെ എതിരഭിപ്രായം ഉണ്ടാവില്ല, ഉറപ്പാണ്. എന്നാൽ ആ നാട്ടിൽ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞവരാണെങ്കിലും അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോടുള്ള ഇടപെടൽ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദിന്റെ സംസാരം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. സാമ്പത്തിക രംഗം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ആക്ഷേപം പറഞ്ഞിട്ടുള്ളത് എന്താ? ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ദീന് സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയല്ല, അതുകൊണ്ട് കുറെ കാരണങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇത് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് കേട്ട ഒന്നാമത്തെ പുരുഷൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. മുസ്ലിമായി മക്കത്ത് ജീവിക്കാൻ പ്രയാസമായപ്പോ, ശത്രുക്കളുടെ അതിയായ ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോ, ദ്രോഹങ്ങൾ ഉണ്ടായപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് അബ്സീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തനിക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി പോകാനായി തയ്യാറെടുക്ക് നിൽക്കുമ്പോഴാണ് മുശ്രിക്കുകൾ ഇത് അറിയണത്. പൊതുവെ പല ആളുകളുടെ വിഷയത്തിൽ മുശ്രിക്കുകൾ അങ്ങേയറ്റം ഉപദ്രവിക്കുന്നവരാണെങ്കിൽ അവർ തീരുമാനിച്ചിട്ട് ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുക. ഈ ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് ഒരു വാക്ക് പറയും, നിങ്ങൾ എന്തിനാ പോണത്? നിങ്ങൾ ഈ നാട് വിട്ടിട്ട് എന്തിനാ പോണത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ഈ നാട്ടിൽ, അതുകൊണ്ട് ഞാൻ പ്രയാസത്തിലാണ്. എനിക്ക് എൻ്റെ ആശയം അനുസരിച്ച്, എൻ്റെ ആദർശം അനുസരിച്ച് എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണം. ഉടനെ ഈ ഇബ്നു ദുഗന്ന പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്ന മിസ്ലക യാ അബൂബക്കർ ലാ യഖ്റുജു വലാ യുഖ്റജ്. അബൂബക്കറെ, നിങ്ങളെ പോലുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാനും പാടില്ല, നിങ്ങളെ ഒന്നും പുറത്താക്കാനും പാടില്ല. ഫഇന്നക തക്സിബുൽ മഅദൂം, നിങ്ങളൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് സേവനങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ചെയ്യുന്നവരാണ്. വതസിലുർ റഹിം, കുടുംബബന്ധം പുലർത്തുന്ന ആളുകളാണ്. വതഹ്മിലുൽ കല്ല, പാവപ്പെട്ട ക്ലേശം അനുഭവിക്കുന്ന ആളുകളുടെ ക്ലേശങ്ങൾ മാറ്റിക്കൊടുക്കുന്നവരാണ്. വതഖരിഉൽ ലൈഫ്, അതിഥികളെ ആദരിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ജനങ്ങൾക്ക് സേവനങ്ങളും മറ്റൊക്കെ ചെയ്യുന്നതാണ്. ഇതാരാ പറയുന്നത്? ശത്രുവായ ഒരാൾ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയാണ്, നിങ്ങൾ പോണ്ടാന്ന് പറയാൻ വേണ്ടി പറഞ്ഞ കാര്യം നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിന് ഒരുപാട് ഉപകാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അമുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ അവർ സ്വൈര്യം കൊടുക്കാത്തത് കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നിൽക്കുക. ഇനി നമ്മുടെ വീട് വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ അയൽവാസികളെങ്കിലും, നാട്ടുകാർ മുഴുവൻ വേണ്ട, നമ്മുടെ അയൽവാസികളെങ്കിലും വന്നിട്ട് പറയോ, ഏയ് നിങ്ങൾ ഇവിടുന്ന് പോകരുത് കേട്ടോ, നിങ്ങളെപ്പോലത്തെ നല്ലൊരു അയൽവാസി എനിക്ക് കിട്ടാനില്ല, നിങ്ങൾ ഇവിടുന്ന് പോകരുതെന്ന് പറയാൻ നമ്മുടെ അയൽവാസികൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പറയും? നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ മുൻഗാമികളുടെ വ്യക്തി ജീവിതവും തമ്മിൽ, നമ്മുടെ സമൂഹത്തോടുള്ള ഇടപെടലും മുൻഗാമികളുടെ ഇടപെടലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പരിശോധിക്കാം. അവിടെയാണ് നമുക്ക് ചില പോരായ്മകൾ കാണാൻ പറ്റും. നമ്മൾ ഈ പറയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ സമൂഹത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാൻ കിട്ടിയ 3 കാരണങ്ങളുണ്ട്. 3 കാരണങ്ങൾ. ഈ 3 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് നല്ല ഒരു സ്ഥാനം ഉണ്ടാകും. ഒരു മുസ്ലിമായി കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു സ്ഥാനവും ആ ഒരു പരിഗണനയും നമുക്ക് ലഭിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ വിഷയം നമ്മൾ ആളുകൾക്ക് ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ്. ആളുകളെ ബഹുമാനിക്കുക ഒരു മുസ്ലിമിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഓരോരുത്തർക്കും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുക. അറബി ഭാഷയിൽ തന്നെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അൻസിലിന്നാസ മനാസിലഹും,
ജനങ്ങൾക്ക് യോജിച്ച സ്ഥാനം അവർക്ക് നിങ്ങൾ കൊടുക്കണം. ഒരു വാപ്പയോട് സംസാരിക്കുന്നത് പോലെ, അതായത് മക്കളോട് പെരുമാറുന്നത് പോലെ ഒരിക്കലും വാപ്പയോട് സംസാരിക്കാൻ പറ്റില്ല. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് സംസാരിക്കുന്ന ശൈലിയല്ല മുതിർന്ന ആളുകളോട് സംസാരിക്കേണ്ടത്. പാമരനായ ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ല ഒരു പണ്ഡിതനായ വ്യക്തിയോട് സംസാരിക്കേണ്ടത്. സാധാരണ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ ഒരിക്കലും ഒരു നേതാവിനോട് സംസാരിക്കാൻ പാടില്ല. ചില വ്യത്യാസങ്ങളുണ്ട്, പെരുമാറ്റങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തും. അവിടെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിനു വേണ്ടി മക്കയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച് പിന്നീട് കുറെ കാലം കഴിഞ്ഞ് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ നിന്ന് പിന്നെ മക്ക വിജയിച്ചടക്കാൻ വേണ്ടി ഹിജ്റ 8-ാം വർഷം മക്കയിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിയപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെയും കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ അന്ന് ഏകദേശം 90 വയസ്സുണ്ട്. വാപ്പാക്ക് 90 വയസ്സാണ്. കണ്ണ് കാണാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. താടിയും മുടിയും ഒക്കെ പാൽതിര പോലെ വെളുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വാപ്പയെ തന്റെ ചുമലിലിരുത്തിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരുത്തി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹല്ല തറക്ത ശൈഖ ഫീ ബൈതിഹി ഹത്താ അകൂന അന ആതിയു ഫീഹി. ഈ പ്രായമുള്ള ഒരാളെയും കൊണ്ടാണോ നിങ്ങൾ വന്നത്? നിങ്ങൾ അവരെ വീട്ടിൽ തന്നെ ഇരുത്തിക്കൂടായിരുന്നു? ഞാൻ അങ്ങോട്ട് വരൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായത്തിനെ ബഹുമാനിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ വലിയ പ്രായമുള്ള ആളായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പരിഗണന, ഒരു ബഹുമാനം കൊടുത്തു. എന്നാൽ അവിടെ കേട്ടോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. യാ റസൂലല്ലാഹ് ഹുവ അഹഖു അൻ യംശിയ ഇലൈക മിൻ അൻ തംശി ഇലൈ. പ്രവാചകരെ, നിങ്ങൾ എൻ്റെ വീട്ടിക്ക് എൻ്റെ വാപ്പാന്റെ കാര്യത്തിൽ വരിക എന്നതിനേക്കാൾ ഏറ്റവും ഹൈറായിട്ടുള്ളത് എൻ്റെ വാപ്പ നിങ്ങളടുത്തേക്ക് വരിക എന്നുള്ളത്. കാരണം നിങ്ങളാണ് ഏറ്റവും വലുത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരു പരിഗണന കൊടുക്കണം, ഒരു ബഹുമാനം കൊടുക്കണം. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഹദീസിൽ കാണാൻ പറ്റും. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് ഏകദേശം 20 കൊല്ലം 21 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വാപ്പയായ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത്. അത്രയും കാലം വാപ്പ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ വാപ്പാനെ നരകത്തുനിന്നും രക്ഷപ്പെടുത്തി അള്ളാഹുവിനാകുന്ന സർവസ്തുതി എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കണത് എന്തറിയോ? പ്രായമുള്ള ഒരാളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്. അതെങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലൂലേ? പലപ്പോഴും നമ്മളൊക്കെ കുറച്ചൊക്കെ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഒരു ഉയർച്ച വരുമ്പോഴേക്കോ ഇങ്ങോട്ട് വരട്ടെ, ഞാനല്ലേ അതിലെ നേതാവ്, ഞാനല്ലേ രാജാവ്, ഞാനല്ലേ അതിന്റെ മുതലാളി. ഈ പ്രയോഗങ്ങൾ ഒരു വിശ്വാസിക്ക് യോജിക്കണതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചും പരിഗണിച്ചു. ഇനി നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ച ഒരു മനുഷ്യൻ, അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ഫിർഔനായിരുന്നു. ആ ഫിർഔനിന്റെ അടുക്കലേക്ക്, ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹ് പറഞ്ഞേക്കുക. ആ പറഞ്ഞേക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 പ്രവാചകന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ഹബാ ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, നിങ്ങൾ 2 പേരും ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം, തീർച്ചയായും അവൻ അതിക്രമകാരിയായിട്ടുണ്ട്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ആ വാക്കാണ് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ സ്നേഹത്തിലുണ്ടെന്ന് കണ്ടോളി. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നിങ്ങൾ അവരോട് മാന്യമായ വാക്കാ പറയണ്ടേ. ഫിർഔനിനോട് സംസാരിക്കുമ്പോ ഞാനാണ് റബ്ബ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലാഹ് എവിടെ? തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട്
ഖാറൂനോട് പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ ഹാമാനോട് പറഞ്ഞിട്ടുണ്ട് വലിയ കൊട്ടാരമുണ്ടാക്കാൻ. എവിടെ? ഫിറഔനിനെ സംബന്ധിച്ചിടത്തോളം ഫിറഔൻ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തുന്ന റബ്ബ് എവിടെയാണ്? ആ റബ്ബിനെ ഞാനൊന്ന് എത്തി നോക്കട്ടെ, അവൻ പറയുന്ന സ്വർഗം ഞാനൊന്ന് എത്തി നോക്കട്ടെ എന്ന് പറഞ്ഞതാ. ആ പറയപ്പെട്ട ഫിറഔനിന്റെ അടുക്കലേക്ക്, അതിക്രമകാരിയായ ഫിറഔനിന്റെ അടുക്കലേക്ക് പോകുമ്പോ അല്ലാഹ് പറയാണ്, ഫഖൂലാ ഖൗലൻ ലയ്യിന, നിങ്ങൾ അയാളുടെ നല്ല മാന്യമായ വാക്ക് പറയണം. മാന്യതയുള്ള ഒരു മാന്യമായ വാക്കാണ് പറയേണ്ടത്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ഒരു പക്ഷേ അവൻ ഒരു വേള ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം, അതല്ലെങ്കിൽ അവനക്ക് ചെറിയൊരു ഭയപ്പാടെങ്കിലും ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വാചകം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു വിശ്വാസി അള്ളാന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രതീക്ഷ കൂടി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആ ഫിറഔനിനോട് സംസാരിക്കും അല്ലാഹ് പറയാണ്, മാന്യമായി സംസാരിക്കണം. ആ ഫിറഔനിനോട് പോലും മാന്യത വിടരുതെന്ന്. എന്നാൽ റബ്ബേ നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ആ വിശ്വാസികളോട് അള്ളാന്റെ സ്നേഹം എത്രയായിരിക്കും, നമ്മളോട് അള്ളാന്റെ സ്നേഹം എത്രയാ? ആ ഒരു വാക്കുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഈ ഒരു വാചകത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഫിറഔനിന്റെ വിഷയത്തിൽ പോലും ലയ്യനായിട്ടുള്ള നൈർമല്യത്തിന്റെ വാക്കുകൾ പറയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ വ്യക്തിബന്ധത്തിലുള്ള ആളുകളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ഒരു പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലക്ക് നിങ്ങൾ പരിശോധിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. ഒരു ഭർത്താവ് എന്ന നിലക്ക് നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റം എങ്ങനെ? ഞാനാണ് വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഞാനാണ് എല്ലാം ചെയ്യുന്നത്, എല്ലാ കാര്യത്തിലും ഒരു കാർക്കശ്യത്തിന്റെ വാക്ക് പറയാത്ത എത്ര ഭർത്താക്കന്മാരുണ്ടാവും? വീടിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ പിന്നെ വാപ്പയും ഉമ്മയും നമ്മൾ പറഞ്ഞതുപോലെ നിൽക്കണം, അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണോ ഒരു വിശ്വാസി പോകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോടുള്ള പെരുമാറ്റം എങ്ങനെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നാ പറഞ്ഞു? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാലേ, ഒരു പിതാവിന്റെ മുന്നിൽ എങ്ങനെയാ നിൽക്കേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിക്കണതെന്നറിയോ? ഒരു അടിമ ഉടമയുടെ മുന്നിൽ എങ്ങനെയാ നിൽക്കേണ്ടത് അങ്ങനെയാ. ഒരു വാപ്പാന്റെ മുന്നിൽ അത്രയും വിനയത്തോടുകൂടി, അത്രയും ബഹുമാനം കൊടുത്തിട്ടാണ് നിൽക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ വാപ്പനോട് ഇന്നലെ നമ്മൾ എങ്ങനെ സംസാരിച്ച്, കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത്, നമ്മുടെ ഭാര്യയോട് എങ്ങനെയാ പെരുമാറുന്നത്? അവിടേക്ക് ചില അധികാരത്തിന്റെ സ്വരങ്ങൾ, നമ്മൾ കുറച്ചൊക്കെ സമ്പാദിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അത്തരത്തിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരുത്തണം. നമ്മളത് ഒരു വിശ്വാസിക്ക് യോജിക്കണതല്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത്. ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉന്നതമായ സ്ഥാനം കിട്ടും. ജനങ്ങളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ടാണ് അവൻ പെരുമാറേണ്ടത്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാന്നുള്ളതല്ല, ജനങ്ങളെ അതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമായിട്ട് ഒരു യാത്ര പോകാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുആദ് റളിയല്ലാഹു അൻഹും ഒരു വാഹനപ്പുറത്തുള്ളത്. നബി മുന്നിലും നബിന്റെ തൊട്ടു പിന്നിലായിട്ട് മുആദ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ മുആദ് ബിൻ ജബൽ, യാ മുആദ്, അല്ലയോ മുആദ്. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളെ വിളിക്കുത്തരം ഞാനിതാ നൽകിയിരിക്കുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ മുആദ്. അപ്പോഴും പറഞ്ഞു, പ്രവാചകരിതാ ഞാൻ നിങ്ങളുടെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ തവണയും പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായി നബിയിലേക്ക് വരാൻ വേണ്ടി വിളിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയാണ്, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഒരാൾ സത്യപ്പെടുത്തിയാൽ, പരിപൂർണമായി സത്യപ്പെടുത്തുകയാണെങ്കിൽ അവൻ തീർച്ചയായും നരകത്ത് നിന്ന് രക്ഷപ്പെട്ടവനാണ്. ഈ ഒരു ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. ഉടനെ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫലാ ഉഖ്ബിറു ബിഹിന്നാസ് ഫയസ്തബ്ശിറുക. അല്ലാഹുവിന്റെ റസൂലേ, ഞാനിത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കട്ടെ, എല്ലാവരും സന്തോഷത്തിലാകും, ഈ സന്തോഷ വാർത്ത ജനങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വേണ്ട,
ഇദൻ യത്തഖിലു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ അവരതിൽ തവക്കുലാക്കും. ഇത് മാത്രം പറഞ്ഞാൽ മതി, പിന്നെ വേറൊന്നും വേണ്ടാത്തുന്നു. അതുകൊണ്ട് ഇപ്പൊ പറയണ്ട ചില കാര്യങ്ങളുണ്ട് വിശ്വാസികളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാവരോടും എല്ലാം പറയേണ്ടതല്ല. ചിലതൊക്കെ പറയേണ്ടതാണോ പരിശോധിക്കണം. അത് ഞാൻ പറയേണ്ടതുണ്ടോ ഇല്ലേ. പലപ്പോഴും കണക്ക് പറയുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നമ്മുടെ വാപ്പക്ക് കൊടുത്ത, ഉമ്മക്ക് കൊടുത്ത, മക്കൾക്ക് കൊടുത്ത കാര്യങ്ങളിൽ വരെ കണക്ക് പറയും. നമ്മൾക്ക് സ്വയം പരിശോധിക്കണം. അത്തരത്തിലുള്ള സംസാരങ്ങൾ കൊണ്ട് എന്ത് നേട്ടമുള്ളത്? ആർക്കാ അതുകൊണ്ട് ലാഭമുള്ളത്? നമ്മളൊരാളെ സഹായിച്ചു, അത് അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ പിന്നെ അത് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ടതില്ല. അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവില്ല. കാരണം അയാൾ ജനങ്ങളുടെ തൃപ്തിയാണ് ഉദ്ദേശിച്ചത്. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ, മറിച്ച് അള്ളാന്റെ തൃപ്തി അനുസരിച്ച് കൊണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവസരത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം, യോജിക്കുന്ന രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത്. ഈ പറയുന്നത് ഒരാൾ ഓന്തിനെ പോലെ സ്വഭാവം മാറണമെന്നല്ല, അവന്റെ വിശ്വാസങ്ങളും ആശയങ്ങളും എല്ലാം മാറ്റിത്തിരുത്തണമെന്നല്ല, മറിച്ച് ആളുകളോട് സംസാരിക്കുമ്പോഴും അവരോട് പെരുമാറുമ്പോഴും ഒക്കെ അയാൾക്ക് യോജിക്കുന്നതാണോ ഞാൻ ഈ പറയുന്നത് എന്ന ഒരു ശൈലി കൂടി നമ്മൾ എടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പരിചയപ്പെടുത്തിയ ഒരു വാചകമുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ ഇടപെടില്ല. പലപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളാണ്, നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൽ പോയിട്ടൊന്ന് തലയിടും. ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും, ചിലത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതല്ല ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും എത്രത്തോളം എന്നാൽ നമ്മളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊന്ന് വെറുതൊന്ന് പരിശോധിച്ചാൽ മതി. ഒരു പക്ഷേ അതിൽ നമ്മളയച്ച മെസ്സേജുകൾ മാത്രം മതി നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ. നമ്മളയച്ച വോയിസുകൾ ഒരു പക്ഷേ കൂട്ടുകാരന്മാരായി ഞങ്ങൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്. ശരി, അള്ളാന്റെ അടുക്കൽ അത് നമ്മൾ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ ആ വ്യക്തിക്ക് മാത്രം അയച്ചതാണ്. ശരി, അള്ളാന്റെ അടുക്കൽ അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും എല്ലാ രൂപത്തിലുമല്ല, വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകളല്ല ജനങ്ങളോട് സംസാരിക്കേണ്ടത്. ആ ഒരു ശൈലിയല്ല സ്വീകരിക്കേണ്ടത്. അവിടെ വീട്ടിൽ വേറെ തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ എത്തുമ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ചില ആൾക്കാർ പറയുന്ന ശൈലികളാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ ഒളിയും മറിയൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് ആരോടാണെങ്കിലും ഞാൻ പറയും. അതൊരു വിശ്വാസിന്റെ വാക്കല്ല. വിശ്വാസി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും, അവന്റെ നാവൊന്ന് നിയന്ത്രിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാ രൂപത്തിലും പറയാന്നുള്ളതല്ല, അവിടെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിനനുസരിച്ചാ പറയണ്ടേ. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഒരു അൻസാരിയായ സ്വഹാബി മരിച്ചു. ആ സ്വഹാബി മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്തുമായിട്ട് ഖബറിന്റെ അടുത്തേക്കെത്തി. എന്നാൽ ഖബറാകട്ടെ കുടിച്ചുകൊണ്ടിരിക്കണം. സ്വാഭാവികമായിട്ടും ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ എല്ലാവരും അവിടെ ഇരുത്തി. എന്നിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒരു സാഹചര്യം നബി ഉപയോഗപ്പെടുത്താം. സാഹചര്യം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അത് പാറിപ്പോകാത്ത രൂപത്തിൽ തല പോലും മനക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയുന്നത് അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങൾ ഇരുന്നത്. ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴും തന്നെ അവരോട് ഉപദേശിക്കുമ്പോഴും തന്നെ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഉപദേശിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുട്ടികളെ ശിക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്തിനാ ശിക്ഷിച്ചത് എന്ന് കുട്ടിക്കും അറിയില്ല, തല്ലിയവനും അറിയില്ല. കുട്ടികളെ ഉപദേശിക്കുന്നവരുണ്ട്. എന്താണ് ഉപദേശം അത് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. ആ കുട്ടിയുടെ പ്രായം നോക്കിയിട്ടല്ല അവൻ ഉപദേശങ്ങൾ കൊടുക്കുന്നത്, അവന്റെ പ്രായം നോക്കിയിട്ടല്ല അവന് ശിക്ഷ കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ നമ്മുടെ ദേഷ്യം മുഴുവൻ കുട്ടികളിൽ തീർക്കുക. അങ്ങനത്തെ ഒക്കെ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മളിൽ നിന്നും അകറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സാമൂഹ്യമായി ജീവിക്കുന്ന നമ്മൾ ജനങ്ങളുമായി ഇടപെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ നാലാമത്തൊരു കാര്യമാണ് ജനങ്ങളെ ഒരു നിലക്കും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ മുഖേന ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകാതിരിക്കുക ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തു കൂടി ഒരാൾ നടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കാരണത്താൽ അയാൾ മൂക്ക് പൊത്തേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കുക. നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപദ്രവകാരിയാവാതിരിക്കുക. വിശ്വാസി ഒരിക്കലും മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തൂല. എല്ലാ അർത്ഥത്തിലും ആയാസമുണ്ടാക്കുന്നവരായിരിക്കും. ഒരു സഹായിയാണ് വിശ്വാസി. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ചില പെരുമാറ്റങ്ങൾ, നമ്മുടെ ചില ഇടപെടൽ ഒരു നാട്ടിലേക്ക് മുഴുവൻ പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലുണ്ടാകും. അതിൽപ്പെട്ടതാണ് നമ്മളൊരു വാഹനം പാർക്ക് ചെയ്യുക, മറ്റുള്ള ഒരാൾക്കും പോകാൻ പറ്റാത്ത രൂപത്തിൽ, എത്രയോ ആളുകളുടെ വഴി തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോലെ. ഇതാണ് പലരും പറയുന്ന ശൈലി. അല്ല, മുസ്ലിമാണോ? അങ്ങനെയല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യം എന്നല്ല, ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലാവണം അവൻ്റെ പെരുമാറ്റങ്ങളെല്ലാം. നമ്മൾ മറ്റുള്ളവരോടുള്ള സംസാരം പോലും അങ്ങനെയാണ്. എൻ്റെ കാര്യം വേഗം അത് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അല്ല, വിശ്വാസം അങ്ങനെയല്ല. നമ്മുടെ സംസാരം നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നതാകും. നിങ്ങൾക്കറിയുമോ, ഒരു പക്ഷേ നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ എത്തുമ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് നരകം വാങ്ങേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിൽപ്പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കാണ്, അത്തദറൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ മുഫ്ലിസ് ആരാണെന്നറിയോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പാപ്പര് എന്നതിൻ്റെ അർത്ഥം. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മല്ലം ദിർഹമ വല മത, ഞങ്ങളുടെ കൂട്ടത്തിൽ ദീനാറോ ദിർഹമോ ഒന്നുമില്ലാത്ത ആളുകൾ, അവരാണ് മുഫ്ലിസ്, അവരാണ് പാപ്പർ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ, എൻ്റെ ഉമ്മത്തിൽ ചില പാപ്പരുകളുണ്ട്, ചില മുഫ്ലിസുകളുണ്ട്. യഅതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരും. ബി സ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, ഒരു നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്, അതുമായിട്ടൊക്കെ വരും. പക്ഷേ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അവൻ്റെ ചില വാക്കുകൾ കാരണത്താൽ, അവൻ ജനങ്ങളെ വിളിച്ച ചില പേരുകൾ കാരണത്താൽ, ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ കാരണത്താൽ അവൻ്റെ നിസ്കാരവും നോമ്പൊക്കെ അങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. എത്രത്തോളം എന്നാൽ, അവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെയും അവൻ പറഞ്ഞതും അവൻ ചെയ്തതുമൊക്കെ ബാക്കിയാണെങ്കിൽ ആർക്കെതിരാണോ അവൻ പറഞ്ഞത് അവരുടെ തിന്മകൾ ഇവന് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിച്ച് കാണി. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സുബഹ് നമസ്കരിച്ചു, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ചു, സുബഹിന് ശേഷം കുറച്ചൊക്കെ ദിക്റുകൾ ചൊല്ലി, കുറച്ചു നേരം ഖുർആൻ ഓതി, ഒരു പക്ഷേ എടുത്തു പറയാനുള്ള നന്മകൾ അതായിരിക്കും. എന്നാൽ അതിനുശേഷം ഈ സമയം വരെ നമ്മൾ പറഞ്ഞ വാക്കുകളോ, നമ്മൾ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ ചില ആളുകളുടെ കുറ്റങ്ങളാണ് പറഞ്ഞത്, ചില ആളുകളുടെ കുറവുകളാണ് പറഞ്ഞത്, മറ്റുള്ളവരെ തമ്മിൽ തെറ്റിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. ഇത് പോരെ പ്രിയപ്പെട്ടവരെ നമ്മളെ പരലോകം നഷ്ടപ്പെടാൻ, നമ്മൾ നരകത്തിലേക്കെത്താൻ? നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ കൊടുത്താൽ എന്താ പിന്നെ നമ്മളെ കയ്യിലുണ്ടാവുക? അവിടെ പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, ശരീരം കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. ഞാൻ മുഖേന നമുക്ക് ചിലപ്പോൾ കുറച്ച് തണ്ടുതടിയൊക്കെ ഉണ്ടാകും, മറ്റുള്ള ആളുകൾ എങ്ങനെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുക. ഒരു പക്ഷേ ശാരീരികമായി കുറവുള്ളവരായിരിക്കാം അവർ, സാമ്പത്തികമായി കുറവുള്ളവരായിരിക്കാം അവർ. നമ്മുടെ അത്ര ചില ആളുകൾക്ക് കഴിവില്ല എന്നതുകൊണ്ട് അവനെ നമ്മൾ കുറ്റപ്പെടുത്തണ്ട. ഒരു പക്ഷേ അള്ളാൻ്റെ അടുക്കൽ നമ്മളെക്കാൾ ഉഷാർ അയാളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ നന്നാക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ഒരുപാട് തവണ നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഖുതുബക്ക് നേരത്തെ വരിക എന്നുള്ളത്. ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ചു അത്. ഒരു ഹദീസ് അറിയാത്തവരല്ല ഈ കൂട്ടത്തിലുള്ളവരാരും. ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയുടെ എല്ലാ കവാടങ്ങളിലും ഒരു മലക്കുണ്ടാകും. ആ മലക്കിൻ്റെ കയ്യിൽ ഒരു രേഖയുണ്ടാകും.
ഓരോരുത്തരും കയറുന്നത് അത് രേഖപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസികളായതുകൊണ്ടാണല്ലോ പള്ളിക്ക് വരുന്നത്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. കാരണം ഇന്ന് ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ബോധ്യമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഞാൻ ജുമാ നഷ്ടപ്പെടുത്താൻ പാടില്ല, ഞാൻ ജുമാക്ക് വരേണ്ട ആളാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓരോ ആഴ്ചയിലും ആ മലക്കുകൾ രേഖപ്പെടുത്തുന്ന രേഖ അതെപ്പോഴാണ് ആ മലക്ക് മടക്കി വെക്കപ്പെടാം? ഖതീബ് മിമ്പറിലേക്ക് കയറിയാൽ അത് മടക്കി വെക്കുന്ന, ഖതീബ് മിമ്പറിലേക്ക് കയറിയാൽ അത് മടക്കി വെച്ചുകൊണ്ട് മലക്കുകൾ ഖുതുബ ശ്രവിക്കും എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയൂല. എങ്കിൽ നമ്മൾ പരിശോധിക്കാം, ഇന്ന് ആ രേഖയിൽ നമ്മുടെ ആരുടെയൊക്കെ പേരുണ്ടാകും. ഇന്നൊരു പക്ഷേ നമുക്ക് ചില തടസ്സങ്ങൾ വന്നെന്ന് വെക്കാം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പത്തെ ആഴ്ച ഉണ്ടായിരുന്നു, ഒരു കൊല്ലമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കും. നമ്മൾ നിസ്കരിച്ചിട്ടില്ലേ? ഉണ്ട്, നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ആ രേഖയിൽ നമ്മുടെ പേരുണ്ടാവില്ല. ഇനി ഒന്നുകൂടി കേട്ടോ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ജുമുഅ. ആ ജുമുഅ സൂറത്തൊന്ന് നമ്മൾ വായിക്കണം. നമ്മൾ ജുമുഅക്ക് വന്നവരാണല്ലോ. അതിലൊരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ജുമുഅക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേഗം വരണം. വദറുൽ ബൈഅ, കച്ചവടം നിങ്ങൾ ഒഴിവാക്കണം. ആ ഒരു വാചകം വെച്ചിട്ടാണ് പറയണത്, ജുമുഅയുടെ സമയത്തുള്ള ഇടപാടുകൾ, ജുമുഅ നടക്കുന്ന സമയത്തുള്ള ഇടപാടുകൾ, കച്ചവടങ്ങൾ, അത് ഹറാമാണ്, ഹറാമായ കച്ചവടമാണ്. എത്ര ഗൗരവമുണ്ട് അതിന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടും ഒരു പക്ഷേ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മളിത് ശ്രദ്ധിക്കണം. നമ്മുടെ പരലോകത്ത് നമ്മളെത്തുന്ന സമയത്ത് നമ്മളെല്ലാം ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ ഈ പറയപ്പെട്ട രേഖയിലൊന്നും നമ്മുടെ പേരില്ലാത്തൊരവസ്ഥ ഉണ്ടാകാം. ഒരു ദുനിയാവിൻ്റെ വിഷയമാണെങ്കിൽ നമ്മളൊക്കെ നേരത്തെ എത്തൂലേ? ദുനിയാവിൽ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ, ഈ പാലക്കാടുള്ള ലുലുവിൽ ഏതെങ്കിലും ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ, അത് രാത്രി 12 മണിക്കുള്ള സെയിലാണെന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മൾ പോകും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എന്തെങ്കിലും ഒരു 1000 ഉറുപ്പിക കിട്ടുന്ന കാര്യമാണെങ്കിൽ നമ്മൾ റെഡിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരലോകത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യമാണല്ലോ ജുമുഅ എന്നുള്ളത്. അതിൻ്റെ ഗൗരവം ഞാൻ പറയേണ്ട ആവശ്യമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന പെരുമാറ്റങ്ങൾ നമ്മൾ ഇല്ലാതിരിക്കുക, നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ അതിലെത്തിച്ചേരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.